ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഷോപ്പ് തുറക്കാൻ പോകുന്നുള്ളൂ. ഏട്ടന് ലീവാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് ലീവ് എടുത്തു കേട്ടോ. മോളൊന്ന് ലീവൊക്കെ എടുക്കണം പറഞ്ഞിട്ട് ഇന്ന് ലീവിലാണ്. അപ്പൊ ഞാൻ ഷോപ്പ് തുറക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഏട്ടൻ കടയിൽ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഷോപ്പ് തുറക്കാൻ വേണ്ടി വന്നതാണ്. ഷോപ്പ് തുറക്കണം നിങ്ങൾ സമയമായിട്ടോ. ഇത് ലേറ്റ് ആയി. 8 മണി ആവാനായിട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഷോപ്പൊക്കെ തുറക്കട്ടെ. ഒക്കെ തുറന്നു കഴിഞ്ഞിട്ടാ. എന്താണെങ്കിൽ ഏട്ടനും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ടുപേരും കൂടി ഇവിടെയൊക്കെ തുറന്നു വെച്ചു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കല്ലേ ഷോപ്പൊക്കെ തുറക്കാറ്. ഇന്നതാ ഏട്ടൻ സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഇപ്പൊ ഒന്ന് അടിച്ചു വിട്ടിട്ട് പിന്നെ അടുക്കളയ്ക്ക് പോവാ വിചാരിച്ചു. പിന്നെ മോളിന്ന് ട്യൂഷന് പോയിട്ട് നേരത്തെ പോയി. 7 മണിക്ക് ഏട്ടൻ കൊണ്ടാക്കി. ചോറൊക്കെ കൊണ്ടുപോയിട്ടാ. നേരത്തെ ചോറൊക്കെ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ രാവിലത്തെ എന്താ പറയാ, അല്ല, ഉച്ചത്തെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ ചെറുപയർ ഉപ്പേരി ആട്ടോ വെച്ച. മോൾക്ക് ചെറുപയർ ഉപ്പേരി കൊടുത്തു വിട്ടു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആപ്പം ഉണ്ടായിരുന്നു. കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പൊ മോൾക്ക് മാത്രം ആപ്പം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ ഞങ്ങൾക്ക് ഇഡ്ഡലിക്ക് മാവ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പൊ എന്തായാലും ഒരു 9:30 ആവട്ടെ വിചാരിച്ചു. വിശക്കണില്ല കേട്ടോ. രാവിലെ തന്നെ ചായ ഒക്കെ കൊടുത്തു. ചായ ഒക്കെ കുടിച്ചു. പിന്നെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഷോപ്പൊക്കെ അങ്ങനെ തുറന്നു വെച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ആണെന്ന് വെച്ചത്. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പം മോൾ ട്യൂഷന് പോയിട്ട് അവൾക്ക് നേരത്തെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം മോൾക്ക് ട്യൂഷനൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ പിന്നെ ഏട്ടൻ ഇന്ന് സ്കൂളിലേക്കും ആക്കിയിട്ടോ. ട്യൂഷൻ കഴിഞ്ഞിട്ട് ഏട്ടൻ പോയിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് മോളിനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വന്നു. പിന്നെ ഞാനിത് അവിടെ ഒരു കട്ടൻ ചായ കുടിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ പാലൊഴിച്ച് ചായ രാവിലെ കുടിക്കുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് അപ്പോൾ ഉഴുന്ന് ഭക്ഷണം കഴിക്കില്ലേ, അതിൻ്റെ കൂടെ നമ്മൾ പാല് ചേർക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കേട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കട്ടൻ ചായയാണ് ഇപ്പോൾ രാവിലെ കുടിക്കാറ്. രാവിലെ മാത്രം പാലൊഴിച്ചിട്ട് ചായ വെക്കും കേട്ടോ. ഒന്നാ വാങ്ങിച്ചാ ഇത് ഞാൻ ഫില്ല് ചെയ്ത് തന്നാ മതില്ലേ? അതെന്താ ഇതല്ല, ഇത് വേറെ 34 ഈ വർഷത്തെ ആഡ് ആയ. അപ്പൊ ഹോമിയോപ്പതിക്ക് ഇപ്പൊ റെഡി ആവട്ടെ. ഞാൻ റെഡിയായി. 12 വരെയുള്ളൂ. 10:30 തിരക്കുണ്ടാ? എന്നെ ആക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? അങ്ങനെ എന്നെ ആക്കിയിട്ട് ഇങ്ങോട്ട് വരുമോ? എന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചാൽ മതിയോ? റെഡിയായി. ഇത് ഞാൻ എഴുതിയിട്ട് തരാം. ഇത് പിന്നെ ഞാൻ വന്നിട്ടല്ലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഹോമിയോ ഡോക്ടറത്തേക്ക് ഒന്ന് പോവാണ് കേട്ടോ. അത് കണ്ണ് ഭയങ്കര ചൊറിച്ചിലായിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയില് പറഞ്ഞത്.
അപ്പൊ ഞാനിതാ ഹോമിയോ ഡോക്ടർക്ക് പോവാൻ നിൽക്കാണ് കേട്ടോ. ഭയങ്കര കണ്ണ് ചൊറിച്ചിലുണ്ട്, അലർജിയുടെ തോന്നുന്നു കേട്ടോ. ഒരാഴ്ചയായി കണ്ണും ചൊറിയുണ്ട്, പിന്നെ മൂക്കും ചൊറിയുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഹോമിയോ ഡോക്ടർക്ക്, അലർജിക്കൊക്കെ ഹോമിയോ കാണിക്കുകയാണ് നല്ലത് പറഞ്ഞു. അപ്പൊ എന്തായാലും ഹോമിയോ ഡോക്ടർക്ക് പോവാൻ നിൽക്കാണ്. അപ്പൊ ഏട്ടൻ ബാങ്കിലേക്ക് പോയിട്ട് വന്നതാണ് കേട്ടോ. മോളുടെ സ്കോളർഷിപ്പ് അതിൽ ആഡ് ആയിട്ടുണ്ടോന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കേട്ടോ. ഇവിടെ ഹോസ്പിറ്റൽ ഹോമിയോ ക്ലിനിക്കാണ് കേട്ടോ. ഇവിടെ അടുത്താണ്, നമ്മുടെ പുറനാരത്ത് കുറച്ച് അടുത്ത് തന്നെ. ഇപ്പൊ വേഗം പോയിട്ട് വരാം. ഇനി വന്നിട്ട് വേണം പിന്നെ നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. ചോറ് ഉപ്പേരിയൊക്കെ വെച്ചു, ചാറ് എന്തെങ്കിലും വെക്കണം. അപ്പൊ ഇനി സമയമുണ്ട്. ഇനി എന്തായാലും 10:45 എന്തായാലും മെല്ലെ വെക്കാം, പോയിട്ട് വന്നിട്ട് വെക്കാം. അവിടെ അടുത്ത് തന്നെയല്ലേ, അതുകൊണ്ട് വന്നിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പിന്നെ അവിടെ പോയിട്ട് വരാം. അപ്പൊ ഞാനും ഏട്ടനും കൂടി ഹോമിയോ ഡോക്ടർക്ക് പോവാൻ നിൽക്കാണ് കേട്ടോ. അപ്പൊ ഏട്ടൻ എന്താ പറയുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോ, ഏട്ടൻ എപ്പോഴെങ്കിലല്ലേ വീഡിയോയിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏട്ടൻ പറയണ എന്നെ ഒന്നും വീഡിയോയിൽ എടുക്കണ്ട, നിന്നെ മാത്രം കാണിച്ചാൽ മതി എന്ന് എന്തൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ ഏട്ടൻ ഉള്ളപ്പോഴല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഏതായാലും ഏട്ടൻ ലീവാണല്ലോ, ഏട്ടൻ വീട്ടിലുള്ളപ്പോഴല്ലേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഇതാ പോവാണ് കേട്ടോ. അപ്പം നമ്മളിതാ ഈ സ്കൂട്ടിയിലാണ് പോകുന്നത് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 2 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇവിടെ അങ്ങോട്ട് പോകാൻ. അപ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് ഏട്ടൻ തിരിച്ച് ഇവിടെ വരും കേട്ടോ. ഷോപ്പിൽ ആളില്ലല്ലോ, അപ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വിളിക്കുമ്പോൾ പിന്നെ ഏട്ടൻ എന്നെ വിളിക്കാൻ വന്നാൽ മതിയല്ലോ. അങ്ങനെയാണ് കേട്ടോ. ഫോൺ താഴെ ഭയങ്കര പേടിച്ചിട്ട് ചുമ്മാ ഒന്ന് എടുത്താണ്. പിന്നെ അതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട്, അതാണ് ക്ലിനിക്ക്. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഡോക്ടറും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഡോക്ടർ ഇവിടെ അമേരിക്കയിൽ പോയിരിക്കുക. അപ്പൊ ഞാനിതാ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു. അവിടെയാണെങ്കിൽ ഡോക്ടർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടർ വന്നിട്ട് അമേരിക്കയിൽ പോയിരിക്കുന്നത്ര. അപ്പൊ ഓൺലൈൻ വഴിയാണ് കേട്ടോ പേഷ്യൻസിനൊക്കെ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ കാരണം പറഞ്ഞാൽ വ്യാഴാഴ്ച വന്നുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് പിന്നെ ഓൺലൈനിൽ തന്നെ നോക്കിയിട്ട് ഡോക്ടർ മരുന്ന് തരും എന്ന് പറഞ്ഞു. അപ്പൊ ശരി പറഞ്ഞു, എന്തായാലും ഞാൻ പോയതല്ലേ പറഞ്ഞിട്ട് ഞാന് കാണിച്ചു കേട്ടോ. കാണിച്ചു പറഞ്ഞാൽ നമ്മള് അവിടുത്തെ നേഴ്സുമാരുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ഡോക്ടർക്ക് അവര് സംസാരിച്ച് പിന്നെ മരുന്ന് എഴുതി തരും, അങ്ങനെ കേട്ടോ. പോയിട്ട് കുറെ മരുന്നൊക്കെ വാങ്ങിട്ട് വന്നു. കുറെ മരുന്നുണ്ട് കേട്ടാ, 3-4 ഐറ്റം ഉണ്ട്. ഒരെണ്ണം വന്നിട്ട് 1 മണിക്കൂർ ഇടവിട്ട് കഴിക്കാനുള്ളത്, പിന്നെ 4 മണിക്കൂർ ഇടവിട്ട് കഴിക്കണം. തുള്ളി മരുന്നും പിന്നെ മറ്റേ ചെറിയ എന്താ പറയാ, ചെറിയ മധുരമുള്ള മിഠായി പോലത്തെ ചെറിയ സംഭവങ്ങളില്ല, അതൊക്കെ അറിയില്ല. ഹോമിയോ മരുന്ന് മറ്റേ ഇതാ എല്ലാവർക്കും അറിയണതല്ലേ, വെള്ള മണിമണി പോലത്തെ മരുന്ന്, അതാണ് കേട്ടോ. കുറെ ഐറ്റം ഉണ്ട്. എന്തെങ്കിലും 2 ഐറ്റം ആണെങ്കിൽ കുഴപ്പമില്ല, അത് 3-4 ഐറ്റം ഉണ്ട്. പിന്നെ ആവി പിടിക്കാൻ പറഞ്ഞിട്ട് പിന്നെ മൂക്കില് ഒറ്റിക്കുന്ന ഡ്രോപ്സ് ഉണ്ട്. അയ്യോ, ഇതൊക്കെ 3 ദിവസത്തേക്കാ തന്നത് കേട്ടോ. 480 രൂപ 3 ദിവസത്തേക്കുള്ള മരുന്നും ഡോക്ടർ ഫീസും വേണ്ടിയിട്ട്. എന്തായാലും കാണിച്ചിട്ട് വന്നു. ഇനി വ്യാഴാഴ്ച രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ പോണം. ഞാനിപ്പോ മൂക്കിലും മരുന്നൊക്കെ ഒറ്റിച്ചു. ഇനി ഒരു ഐറ്റം കൂടി കഴിക്കാനുണ്ട്, അത് വെള്ളത്തിൽ ഒറ്റിച്ചിട്ട് കഴിക്കേണ്ടതാണ്. അപ്പൊ അതും കൂടി കഴിക്കാനുണ്ട്. അപ്പൊ അതും കൂടി കഴിച്ചു പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് കഴിക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് നല്ല ഓർമ്മശക്തി ആയതുകൊണ്ട് അതാണ് എനിക്കൊരു പേടിയിട്ട്, എനിക്ക് മറന്നു പോകും, അതാണ് സംഭവം. അപ്പൊ ഞാൻ ആ മരുന്ന് ഇവിടെ തന്നെ ഫ്രണ്ടിൽ വെക്കാം, പെട്ടെന്ന് ഓർമ്മയുടെ എടുത്ത് കഴിക്കാലോ പറഞ്ഞിട്ട് ഇവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടാ, അല്ലെങ്കിൽ എനിക്കത് മറന്നു പോകും. പിന്നെ ഉള്ളത് 4 നേരം 20 തുള്ളി 4 സ്പൂൺ വെള്ളത്തില് ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. ഇതും കൂടി കഴിക്കാൻ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു. പിന്നെ അതും കൂടി കഴിക്കട്ടെ. സമയമൊക്കെ ആയിട്ട്, സമയം 12 മണിയായി. ഇനി നമുക്ക് കറി വെക്കണം. ഏട്ടൻ വെണ്ടയ്ക്കപ്പുളി വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ വെണ്ടയ്ക്കപ്പുളി വെക്കണം. അപ്പൊ ഞാൻ എന്നാ പിന്നെ മരുന്നും കഴിച്ച് അടുക്കളയ്ക്ക് അങ്ങോട്ട് പോട്ടെ, എന്റെ പണിയൊക്കെ തുടങ്ങാനുള്ള സമയമായി. ഓക്കെ, നമുക്കെന്താ കറി വെച്ച് തരാം. അല്ല, ഇത് കഴിക്കാനുള്ളതല്ലേ, ഇത് എടുത്ത് വെക്കുന്നില്ല. അപ്പൊ നമ്മളിത് അടുക്കളയിൽ എത്തിയിട്ട് അതാ വെണ്ടയ്ക്ക കറി വെക്കാം. അപ്പൊ ഞാൻ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. ഇതാ നമ്മൾ ആ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതാ വെണ്ടയ്ക്കൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതാ കറി വെക്കട്ടെ. സമയം ഒരുപാടായിട്ടോ, 12:45. പെട്ടെന്ന് തന്നെ വെക്കട്ടോ. വെണ്ടയ്ക്കപ്പുളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും. അങ്ങനെയല്ല, നമ്മളിത് വണക്കണം, എണ്ണയിൽ വണക്കിയെടുക്കണം. പിന്നെ നമ്മൾ അരിപ്പൊക്കെ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് കലക്കി വെക്കല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നു കേട്ടോ. പിന്നെ പാലക്കാടൻ സൈഡിലുള്ള എല്ലാവരും
എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ ഈ വെണ്ടയ്ക്കപ്പുളി പറയുന്നത്. ഈ പുളിങ്കറികൾ മൊത്തത്തില് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ പാലക്കാട്. വെണ്ടയ്ക്കപ്പുളി മാത്രല്ല കൈപ്പയ്ക്കപ്പുളി, കൊള്ളുപുളി, പുളിയവരപ്പുളി, വെള്ളപ്പയർ പുളി, അങ്ങനെ കുറെ പുളിങ്കറികളുടെ ഒരു എന്താ പറയാ ഫേമസ് ആണ് നമ്മുടെ പാലക്കാട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഈ വെണ്ടയ്ക്കപ്പുളി വെക്കട്ടെ കേട്ടോ. വെണ്ടയ്ക്കപ്പുളിയും പിന്നെ മുട്ട വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ വന്നിട്ട് മഞ്ഞൾ പൊടിപ്പിക്കാൻ പോയിരിക്കാണ് കേട്ടോ. മഞ്ഞള് നമ്മള് നാടൻ മഞ്ഞളില്ലേ, അത് പൊടിപ്പിക്കാൻ പോയിരിക്കാണ്. ഞാൻ അധികം മഞ്ഞൾ ഇപ്പൊ പാക്കറ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല, പൊടിപ്പിച്ച് വെക്കാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, അന്ന് ഒരിക്കൽ പൊടിപ്പിച്ചതാട്ടോ 1/2 കിലോ. ഇന്ന് 1/2 കിലോ പൊടിപ്പിച്ച് വെക്കണം. അപ്പൊ അത് പൊടിപ്പിക്കാൻ വേണ്ടി ഏട്ടൻ പോയിരിക്കാണ്. പിന്നെ അവിടെ അടുത്താണ് ചേച്ചിയുടെ വീട്ടും, അവിടെ അടുത്താണ് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഏട്ടൻ വരുമ്പോഴേക്കും ഞാൻ കറി വെക്കണം. അപ്പൊ ഞാൻ എന്നാ പിന്നെ ഇതിന്റെ പണികളൊക്കെ തുടങ്ങട്ടെ കേട്ടോ. നമുക്ക് ആദ്യം വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അതാ ചീൻചട്ടി ചൂടായി, എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഈ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അയ്യോ ഭയങ്കര ചൂടായിട്ട് അതാണ് ഇങ്ങനെ സൗണ്ട്. ഇതിന്റെ ഒരു വഴുവഴുപ്പൊക്കെ പോകണം കേട്ടോ. അതിനുവേണ്ടി നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 5-6 ചെറിയുള്ളി കേട്ടോ. ചെറിയുള്ളിയും കൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതാ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കിട്ട് വരാം കേട്ടോ. പുളിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ കുറച്ച് തേങ്ങയും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ അത് മാത്രം തന്നെ കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് വഴറ്റട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ കറിക്കുള്ള വെണ്ടയ്ക്കപ്പുളിക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ തേങ്ങ, പുളി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായി പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ചാറൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ വെണ്ടയ്ക്കപ്പുളിയൊക്കെ ചാറൊക്കെ കലക്കി, പിന്നെ നമ്മുടെ വഴുതിരിഞ്ഞല്ല അപ്പൊ നമ്മുടെ വെണ്ടയ്ക്കയും ചെറിയിലൊക്കെ നന്നായി വഴറ്റി ഈ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുകും പിന്നെ ഉലുവയും കൂടി പൊട്ടിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച വെണ്ടയ്ക്ക വെന്താ മാത്രം മതി കേട്ടോ. നമ്മുടെ കറിയൊക്കെ റെഡി ആയത് നോക്കിയ കറി വെച്ചതിന്റെ കയ്യിലൊക്കെ ആയതാണ് കേട്ടോ തേങ്ങ അരച്ചത്. അതൊക്കെ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ വെണ്ടയ്ക്കപ്പുളിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയായി വെണ്ടയ്ക്കപ്പുളി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് മുട്ട വറുത്തതും അല്ലെങ്കിൽ ഉണക്കമീൻ, അതാണ് സൂപ്പർ കേട്ടോ. ഉണക്കമീൻ പക്ഷെ ഇവിടെ വാങ്ങിയിട്ടില്ല. അപ്പൊ ഏട്ടൻ മുട്ടയൊക്കെ വാങ്ങിട്ട് വരാന്ന് പറഞ്ഞിട്ട്, വന്നിട്ട് വേണം വറുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ചാറ് നന്നായി അവിടെ നിന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ വെണ്ടയ്ക്കപ്പുളിയൊക്കെ കറി സെറ്റ് ആക്കി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വെണ്ടയ്ക്ക വെന്താൽ മാത്രം മതി. നമ്മുടെ കറി റെഡിയായി. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാനും പറ്റും കേട്ടോ. അതെല്ലാം കൂടി അരച്ച് നമ്മൾ ഒരുമിച്ച് കലക്കി അങ്ങനെ വെക്കില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം എന്താ പറയാ വേഗം തന്നെ വെക്കാൻ പറ്റും ഈ കറി. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും വെണ്ടയ്ക്ക അവിടെ നിന്ന് വേവട്ടെ. എനിക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ. കുറച്ച് തുണികളൊക്കെ അലക്കിയത് വിരിച്ചിടാനുണ്ട്. അപ്പൊ അതൊക്കെ വിരിച്ചിട്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ പോകുമ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്യാപ്പിൽ അതൊന്ന് വിരിച്ചിടാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നേക്ക് വെച്ചാൽ പിന്നെ എനിക്കത് മറന്നു പോകും, ഞാൻ പറഞ്ഞിട്ടില്ലേ. അല്ലെങ്കിൽ ഓർമ്മ വന്നാൽ അത് കയ്യോടെ വിരിച്ചിടണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാനത് അങ്ങനെ വിട്ടുപോകും, പിന്നെ ഓർമ്മയേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, 2 ദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടതാണ്. വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതൽ. പുതിയതൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ കൈയോടെ പുറത്ത് അലക്കിയിടും. മോളുടെ യൂണിഫോം ഒക്കെ ആണെങ്കിൽ പുറത്ത് തന്നെ അലക്കിയിടും കേട്ടോ. പിന്നെ ഇടയിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുണികളൊക്കെ വിരിച്ചിടുമ്പോൾ ഇടയിൽ ഷോപ്പിലൊരു കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അങ്ങനെ വന്നു. കുരുമുളക് പൊടി കുരുമുളക് പൊടി വേണം. കുരുമുളക് പൊടി ഇട്ടാൽ നന്നായിട്ടുണ്ടാവോ? നന്നായിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതിപ്പോ പൊടിപ്പിക്കണ്ടേ. ശരി, നമുക്ക് ഇതിട്ടിട്ട് വറക്കാം. പോരെ. അപ്പൊ ഇന്ന് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്നത് ഏട്ടനാണ് കേട്ടോ.
അതിനെന്താ എല്ലാരും കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇവിടെ മുട്ട വറുക്കുന്നത്? മുമ്പൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ അവിടെ എങ്ങനെ മുട്ട വറുക്ക? റൂമില് ഇങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇടുവോ? നമുക്ക് ഇത് മാത്രം മതി. ഇനി അത് പൊടിപ്പിക്കണം പറഞ്ഞാലേ മിക്സിയിൽ അങ്ങനെ വെള്ളമാണ്, അതൊക്കെ തുടച്ച് വൃത്തിയാക്കിട്ട് വേണം. എത്ര എണ്ണം എടുക്കണം? 3 എടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു. കുറച്ചിട്ടാ മതി. മതി മതി. അവിടെ വയ്ക്കുമ്പോ എങ്ങനെയാ, ഉപ്പൊക്കെ കൂടുക അതോ കറക്റ്റ് ആയിരിക്കുമോ? അറിയാം, കറക്റ്റ് ആയിരിക്കും. എന്താണ് ഇങ്ങനെ സ്പീഡ്? ഭയങ്കര സ്പീഡായിരിക്കണു അല്ലേ? ഓക്കെ. അതാ റൗണ്ടിൽ ഒഴിക്കണം. സ്പൂൺ കൊണ്ടൊന്നും ആക്കാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് നമ്മൾ ഒഴിക്കണം. ഇങ്ങനെയാണ് അവിടെ മുട്ട വറുക്കുക? അത് ശരി, എനിക്ക് അറിയും പറഞ്ഞിട്ടാണ് ഞാൻ ഇത്ര വലുത് ഉണ്ടാക്കണോ? ഞാൻ ഇത്ര വലുതൊന്നും ഉണ്ടാക്കില്ല, ഞാൻ റൗണ്ടിൽ ചെറുത്. എന്ത് പക്ഷെ നമുക്ക് മറിച്ചിടാൻ അവിടെ നോക്കരുത്. പക്ഷെ നമുക്ക് മറിച്ചിടാൻ കിട്ടുമോ അതിങ്ങനെ? അയ്യോ അയ്യോ, നിങ്ങളുടെ മുട്ട വറുക്കല് നോക്കട്ടെ, നിങ്ങൾ തന്നെ ചെയ്ത. അയ്യോ അതൊക്കെ വരും. ഇത് നോക്ക്, ഇതെങ്ങനെ നോക്ക്, കണ്ടാ അത് വരും. പക്ഷെ നമുക്ക് എടുത്ത് ഇങ്ങനെ മറിച്ച് ഇടാൻ പറ്റുമോ? രണ്ടാക്കണോ? അയ്യ അതില് കിട്ടും, ഇതില് ഞാൻ തന്നെ ചെയ്യാ, അതാ നല്ലത്. ഈ സൈഡ് എണീച്ചിട്ടില്ല. ഓക്കേ. ഇനി ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നത്? ഒരുപാട് വലുതാണെങ്കിൽ നമ്മൾ 2 കരണ്ടിയും കൂടി ഉപയോഗിക്കാന്ന്. 2 കരണ്ടിയും കൂടി ഉപയോഗിച്ചിട്ട് ഒരു മറിച്ചിടാം. ഇതെന്ത് കൂട്ടറ് ഇത്ര? ഇത് ഞാനാണ് ചെയ്തത്. അത് ശരി. ഇതുപോലെ തന്നെ ആക്കാനുണ്ടെന്ന് അറിയണ്ടല്ലോ. അയ്യോ ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയതാണ്. പക്ഷെ അവിടെയൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ വെക്കിട്ടോ. വെക്കില്ലേ നിങ്ങളവിടെ? നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാൻ വെച്ച് കഴിച്ചിട്ടില്ല കേട്ടോ. കഴിച്ചു നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇതില് വെക്കും. അതാ അവിടെ പോയി. എണ്ണ തേക്കണം. നോക്കട്ടെ എങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്. ഓരോ നമുക്ക് വെറുതെ കഴിക്കട്ടെ. അതാ ഇതിലില്ല ബ്രഷ്. കുഴപ്പമുണ്ട്, ബ്രഷ് തന്നെ തേക്കണം. ഇങ്ങനെ നിക്കാനല്ലേ? ചെറുതൊഴിക്കും, 2 ഒഴിക്കാം. നടുവിൽ തന്നെ ഒഴിക്കായിരുന്നു. അത് നടുവിൽ ഒഴിക്കാത്തോണ്ടാ അങ്ങോട്ട് പോയത്. ഇനി അത് പറഞ്ഞു നോക്കി, എന്തായാലും വലുതായി, കുഴപ്പമില്ല. ഷേപ്പ് കാര്യമില്ല.
അതിപ്പോ കഴിയും. ചോറ് വെച്ചത് ഇപ്പൊ കഴിയട്ടോ. അത് വെറുതെ കഴിക്കാനാണ് നല്ലത്. ചോറ് വേണ്ടേ? മതി കൊറേ നേരം. അപ്പൊ ഇതാ നമ്മുടെ ഉച്ചക്കുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ചെറുപയർ ഉപ്പേരി ഉണ്ട്, മോൾക്ക് കൊടുത്തയച്ചാണ്ട് രാവിലെ. അപ്പൊ അതിന്റെ ബാക്കിയുണ്ട്. പിന്നെ ഇതാ മാങ്ങച്ചാറുണ്ട്, മുട്ട വറുത്തത്, പിന്നെ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി ഉണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും കൂടി കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഇതാ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ വെണ്ടയ്ക്കപ്പുളി. അപ്പോൾ അവിടെ ഒന്നും ഏട്ടൻ വർക്ക് ചെയ്യണം, അവിടെ ഒന്നും വെക്കില്ല കേട്ടോ വെണ്ടയ്ക്കപ്പുളി. അങ്ങനത്തെ കറികളൊന്നും വെക്കില്ല ഏട്ടൻ അവിടെ. അവിടെ അധികം ഈ എന്താ പറയുക സാമ്പാർ, ചെറുപയർ കറി, ഈ പുളിയൊക്കെ ഒഴിക്കാണ്ടുള്ള കറികളാണ് കേട്ടോ കൂടുതലും അവിടെ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇതുപോലത്തെ പുളിയും കറികൾ, കയ്പ്പയ്ക്ക പുളിയൊക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ വെണ്ടയ്ക്ക പുളി അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഇങ്ങനെ വെച്ചത്. പിന്നെ ഇന്നലെ മീനെടുത്തു, ഇന്നലെ സൺഡേ ആയിരുന്നില്ലേ. അപ്പോൾ ഇന്നലെ മീനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മീനൊന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് മുട്ട വറുത്തത് കേട്ടോ. പിന്നെ ഉപ്പേരി ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അതായിരുന്നു. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഒരു 3:45 4 മണി ആവാനായപ്പോൾ ഏട്ടൻ അതാ മോളിനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വിളിക്കാൻ പോവും. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. രാവിലെ പറഞ്ഞായിരുന്നു വൈകുന്നേരം അച്ഛൻ വിളിക്കാൻ വരണം പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഏട്ടൻ ഇവിടെ ഉള്ളപ്പോൾ ഏട്ടൻ തന്നെയാണ് കേട്ടോ രാവിലെ കൊണ്ടാക്കലും വിളിച്ചിട്ട് വരലൊക്കെ. അപ്പോൾ മോള് പറയും അച്ഛനും ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ എന്ത് സുഖമായി, സ്കൂളിൽ പോകാൻ എനിക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ അച്ഛൻ വിളിക്കാൻ വരുമല്ലോ, സുഖമായി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലല്ലേ വരുള്ളൂ. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അതായിട്ട് മോളിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ചിറ്റൂരാണ് കേട്ടോ. അപ്പോൾ മോളുടെ സ്കൂൾ വന്നിട്ട് ചിറ്റൂരാണ്. അപ്പോൾ ഇതാ വന്നു കേട്ടോ, സ്കൂൾ വിട്ട് വന്നു. മോൾക്ക് കാലിലൊരു ചെറിയൊരു കുരു പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറിയതായിരുന്നു, പക്ഷെ അതിൻ്റെ വേദന മാറിയിട്ടില്ല പറഞ്ഞിട്ട് ഇതാ മരുന്ന് വെച്ച് കൊടുക്കാണ് കേട്ടോ ഏട്ടൻ. ഓയിൽമെൻറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് പറയണു. മുറിയൊന്നും കാണാനില്ല, പക്ഷെ മുറി ഉണ്ടായിരുന്ന ഭാഗത്ത് നല്ല വേദനിക്കണമെന്ന് പറയണു കേട്ടോ. അപ്പോൾ അതാണ് ബെറ്റാഡിന് ഓയിൽമെൻറ്റ് വെച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. അച്ഛൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അനുവിന്. അവൾക്ക് എന്താണെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിൽ പറഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ ഏട്ടനുണ്ടല്ലോ. ഇത് റേഷൻ കടയ്ക്ക് പോയിട്ട് വരും. അപ്പോൾ ഏട്ടൻ ഇതാ റേഷൻ കടയ്ക്ക് പോവാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഏട്ടനുള്ളപ്പോൾ ഞാൻ വേഗം ഏട്ടനെ പറഞ്ഞു വിടും കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയിൽ വേഗം പോയിട്ട് വരാമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ ഓട്ടോ വിളിച്ച് പോയി വരണം. അപ്പോൾ എന്തായാലും ഏട്ടൻ ലീവുള്ള ദിവസം അധികം റേഷൻ കടയ്ക്ക് പോയിട്ട് വരാൻ വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പണി എളുപ്പമായില്ലേ. അങ്ങനെ പിന്നെ ഞാനിതാ വൈകുന്നേരം എല്ലാം അവിടെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളും ഏട്ടനും കൂടി കടയിലേക്ക് എവിടെ പോകണം പറഞ്ഞവർക്ക് എന്തോ സാധനം വാങ്ങിക്കാനുണ്ട് പറഞ്ഞിട്ട് പോകണം പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി റെഡി ആവുകയാണ് കേട്ടോ. കണ്ണമ്മ ചേച്ചി ഇതാ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനിത് എല്ലാം അവിടെ നിന്ന് അടിച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടനും മോളും കൂടി പോയി വരുമ്പോഴേക്കും ഒക്കെ അടിച്ച് വിട്ട് ഒന്ന് തുടച്ച് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്ലീനിങ് പരിപാടികളൊക്കെ വൈകുന്നേരമാണ് ചെയ്യണത്. ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഷോപ്പിലെ കാര്യങ്ങളൊന്നും ഞാൻ അധികം ശ്രദ്ധിക്കുകയില്ല കേട്ടോ. പിന്നെ ഏട്ടനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല. ആളുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഷോപ്പിൻ്റെ ആ ഭാഗത്തേക്ക് അധികം നോക്കാറില്ല. പിന്നെ ആരെങ്കിലും വരുമ്പോൾ മാത്രം ഏട്ടന് ചിലപ്പോൾ വിലയും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അപ്പം മാത്രം എന്നെ വിളിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ ഏട്ടനുള്ളപ്പോൾ. അപ്പോൾ അതാ മോളും ഏട്ടനും കൂടി ഷോപ്പിലേക്ക് പോയി തിരിച്ച് വന്നു കേട്ടോ. അവളുടെ ഫ്രണ്ടിന് എന്തോ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടി പോയാണ്. വന്നിട്ട് ഇതാ മോള് വിളക്ക് വെക്കുകയാണ് കേട്ടോ. എപ്പോഴും മോളാണ് കേട്ടോ വിളക്ക് വെക്കാറ്. അവൾ വൈകുന്നേരം മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച് പിന്നെ പഠിക്കാനിരിക്കും കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ നാമമൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നാമം ചൊല്ലാത്തതെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് എന്താ ഇപ്പോൾ ഭയങ്കര മടി കേട്ടോ. ചെറുപ്പത്തിലൊക്കെ നാമം ചൊല്ലും കേട്ടോ. ചെറുതായിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിങ്ങനെ ഡെയിലി അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു കേട്ടോ.
ഇപ്പം അതെന്താ അവൾക്ക് എന്താ മടി പോലെ വലിയ കുട്ടിയായപ്പോൾ എന്താ അറിയില്ല. പിന്നെ മോള് വിളക്കൊക്കെ വെച്ച് എല്ലാവിടെയും ബത്തി ഒക്കെ കാണിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പിലും അവിടെയും ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെക്കും. പിന്നെ എല്ലാവർക്കും ഭസ്മൊക്കെ തൊട്ട് കൊടുക്കും കേട്ടോ. എപ്പോഴും മോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭസ്മൊക്കെ തൊട്ട് തരികയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു മടിയാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ അവൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് എന്തോ ഇടയിൽ പിടിച്ച് എന്തോ താല്പര്യം ഇല്ലാണ്ടായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.